അപ്പം ഈ ഗവൺമെൻറ്റിനെ, ഈ ജനവിരുദ്ധ പിണറായി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ എന്താണോ വ്യക്തിപരമായിട്ട് സമൂഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുക, അതിൻ്റെ എല്ലാ സമരരംഗത്തിൻ്റെയും മുന്നിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാനുണ്ടാവും. ആ സമരമായിട്ട് മുന്നോട്ട് പോകും. ഈ ഗവൺമെൻറ്റിനെ താഴെ ഇനി 1.5 വർഷം ഉണ്ടല്ലോ, ആ 1.5 വർഷവും ഈ പോരാട്ടം ഞാൻ നടത്തും. അതിന് പൊതുസമൂഹത്തിൽ നിന്ന് ആരാണോ സഹകരിക്കുന്നത് അവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണം തേടുന്നതിൽ എന്തായിരിക്കും ഇതേ കാര്യത്തിൽ? അല്ല, രാഷ്ട്രീയ പാർട്ടികളോട് അവരോടൊക്കെ ഇപ്പോൾ നമ്മൾ തേടിയ രാഷ്ട്രീയ പിന്തുണയല്ലല്ലോ. ഇതൊരു സാമൂഹിക വിഷയമാണ്. ഇതിനൊരു സാമൂഹിക പിന്തുണയും അതിനുള്ള ധാർമ്മിക പിന്തുണയാണ് തേടിയത്. ഞാനിത് എൻ്റെ എന്താ പറയുക, DMK എന്ന് പറയുന്ന നമ്മൾ സോഷ്യൽ സംഘടനയുടെ പേരിലല്ലല്ലോ ഇത് വെച്ചിട്ടുള്ളത്. ഇതൊരു ജനകീയ യാത്രയാണ്. മനുഷ്യർക്ക് മുഴുവൻ പങ്കെടുക്കാനും സംസാരിക്കാനും പ്രതിഷേധം അറിയിക്കാനും ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് അവരുടെ ഈ നിലപാട് അസംബ്ലിക്ക് മുമ്പ് തിരുത്തിക്കാനുമുള്ള ഒരു പരിശ്രമം. അത് അണ്ണാരക്കണ്ണനും തന്നാലായത്. അത്രേ അതിലുള്ളൂ. അല്ല, അത്ര തിരക്ക് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. തിരഞ്ഞെടുപ്പ് വരട്ടെന്ന്, ജനങ്ങളല്ലേ വോട്ട് ചെയ്യുന്നത്. ആ വോട്ട് ചെയ്യുന്ന കേരളത്തിലെ 3.5 കോടി ജനങ്ങളോടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംസാരം തുടർന്നുകൊണ്ടേയിരിക്കും. ആളുകളോട് പറയാം, ജനമാണ് തീരുമാനിക്കേണ്ടത്. കഴിഞ്ഞപ്പോൾ ഈ നടന്ന 3 ഉപതെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടായല്ലോ. എത്ര ലക്ഷം വോട്ടുകളാണ് ഈ LDF ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിൽ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട പ്രധാന വിഷയങ്ങൾ കഴിഞ്ഞ 4-5 മാസമായിട്ട് ഞാൻ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. അവരുടെ വോട്ടുകൾ സ്വാഭാവികമായിട്ട് വരും. ആ ജനങ്ങളെക്കൊണ്ട് ഈ കാര്യങ്ങൾ, ഇനിയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, നമ്മളിപ്പോൾ KPCC ആയാലും മുസ്ലിം ലീഗ് ലീഡർഷിപ്പ് ആയാലും ഒക്കെ ഞാൻ വ്യക്തിപരമായിട്ട് ഇവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ ലീഡർഷിപ്പ് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ലീഗിൻ്റെ ലീഡർഷിപ്പുമായി സംസാരിച്ചിട്ടുണ്ട്, ഇവിടുത്തെ 3 ബിഷപ്പുമാരെ ഞാൻ വന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ സാമൂഹ്യ സംഘടനകളുമായി സംസാരിച്ചിട്ടുണ്ട്. 100ഓളം കർഷക സംഘടനകളുണ്ട്. ആ കർഷക സംഘടന നേതാക്കളെ ബന്ധപ്പെടാൻ പറ്റുന്നവരായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ അവിടെ വരുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയം മലയോര മേഖലയിലെ ഈ മുഴുവൻ കർഷക സംഘടനകളെയും ഈ വിഷയത്തിൽ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു സമരത്തിന് സാധ്യതയുണ്ടെങ്കിൽ അതുകൂടി ആരായുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ജാഥ നടത്തുന്നത്. മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ള, നാളെ രാവിലെ ബത്തേരിയിൽ 9 മണിക്കൊരു പ്രസ് കോൺഫറൻസ് ഇന്ന് വിളിക്കുന്നുണ്ട്. ഇവിടെ ഈ ചൂരൽമല സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള റീസെറ്റിൽമെൻറ്റിൻ്റെ വിഷയത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. അത് കോടികളുടെ അഴിമതിയാണ്. ഒരു ഘട്ടം കഴിഞ്ഞു, അടുത്ത ഘട്ടത്തിലേക്ക് ഈ പറയുന്ന എന്താ പറയുക, ഗവൺമെൻറ് കാൽ വെക്കുകയാണ്. അതിൻ്റെ കുറച്ച് വിശദമായ ഡീറ്റെയിൽസ് കേരളത്തിലെ ജനങ്ങളുമായി സംവദിക്കാനുണ്ട്. അതുകൊണ്ട് നാളെ രാവിലെ ജാഥ പുറപ്പെട്ട ഉടനെ 10 മണിക്ക് നിങ്ങളുമായിട്ട് ബത്തേരിയിൽ വെച്ച് സംസാരിക്കുന്നതായിരിക്കും.